രൂക്ഷമായ സാമ്പത്തിക പ്രതിസന്ധിക്കിടയിലും വൻ ധൂർത്തുമായി ടൂറിസം വകുപ്പ്. ദുബായിലെയും ഖത്തറിലെയും വിമാനത്താവളങ്ങളിൽ പരസ്യങ്ങൾ നൽകാൻ മാത്രം ചെലവഴിക്കുന്നത് 3 കോടിയോളം രൂപയാണ്. അറബ് രാജ്യങ്ങളിൽ സമൂഹ മാധ്യമ പ്രചരണത്തിനായി അനുവദിച്ചതാകട്ടെ 2.5 കോടിയും. 4 മിനിറ്റ് പ്രചാരണ വീഡിയോകൾ തയ്യാറാക്കാൻ അനുവദിച്ചിരിക്കുന്നത് 39 ലക്ഷം രൂപയും. ഇങ്ങനെ ഒരാഴ്ചക്കിടെ ടൂറിസം വകുപ്പ് ആകെ അനുവദിച്ചത് 10 കോടിയോളം രൂപയാണ്. ഇതിന്റെ എല്ലാ രേഖകളും ജനം ടിവിക്ക് ലഭിച്ചു. ജനം ബ്രേക്കിംഗ്. രൂക്ഷമായ സാമ്പത്തിക പ്രതിസന്ധിയിലൂടെയാണ് സംസ്ഥാനം കടന്നുപോകുന്നത്. ദൈനംദിന ചെലവുകൾക്ക് പോലും കടം വാങ്ങേണ്ട അവസ്ഥയിലാണ് കേരളം. സാമ്പത്തിക പ്രതിസന്ധിയുടെ പേരിൽ ക്ഷേമ പെൻഷൻ കൃത്യമായി നൽകുന്നില്ല. കാരുണ്യ പദ്ധതിക്ക് കോടികളാണ് കുടിശ്ശിക. അവശ്യ മരുന്നുകൾ വാങ്ങാൻ പണമില്ല. റേഷൻ കടകൾ കാലിയായിട്ട് ആഴ്ച 1 കഴിയുന്നു. ഇങ്ങനെ സാധാരണക്കാർക്ക് ആശ്രയമേകുന്ന പദ്ധതികളെല്ലാം പണമില്ലാത്തതിനാൽ നിലച്ചു കഴിഞ്ഞു. പക്ഷേ സർക്കാരിൻ്റെ ദൂർത്തിന് മാത്രം ഇപ്പോഴും ഒരു കുറവുമില്ല. രൂക്ഷമായ സാമ്പത്തിക പ്രതിസന്ധിക്കിടയിലും വൻ ദൂർത്താണ് മുഹമ്മദ് റിയാസ് ഭരിക്കുന്ന ടൂറിസം വകുപ്പിൽ നടക്കുന്നത്. ദുബായിലെയും ഖത്തറിലെയും വിമാനത്താവളങ്ങളിൽ പരസ്യം നൽകാൻ മാത്രം ചെലവഴിക്കുന്നത് 3 കോടിയോളം രൂപയാണ്. അറബ് രാജ്യങ്ങളിൽ സാമൂഹ്യ മാധ്യമ പ്രചരണത്തിനായി അനുവദിച്ചത് 2.5 കോടി. 4 മിനിറ്റ് പ്രചരണ വീഡിയോകൾ തയ്യാറാക്കാൻ മാത്രം അനുവദിച്ചിരിക്കുന്നത് 39 ലക്ഷം രൂപയാണ്. ഇങ്ങനെ ഒരാഴ്ചക്കിടെ ടൂറിസം വകുപ്പ് ആകെ അനുവദിച്ചത് മാത്രം 10 കോടിയോളം രൂപ. സാമ്പത്തിക പ്രതിസന്ധിക്കിടയിലും സംസ്ഥാന സർക്കാരിന്റെ 4ാം വാർഷികാഘോഷങ്ങൾ കെങ്കേമമാക്കാൻ കോടികളാണ് ഒരു വശത്ത് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ചെലവഴിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിനു പുറമെയാണ് ചെലവ് ചുരുക്കലുകൾ കാറ്റിൽ പറത്തി ടൂറിസം വകുപ്പും ഈ രീതിയിൽ വൻ ദൂർത്ത് തുടരുന്നത്. തിരുവനന്തപുരത്ത് നിന്നും ആർ രാജീവ്, ജനം.